ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ആണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വന്നിട്ടുണ്ടെന്ന് ഇന്ന് വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച്, ടെലിഗ്രാം ചാനലിൻ്റെ ഡീറ്റെയിൽസ്, ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം 1 lakh, ഏകദേശം ഒരു 14,000 USD ആ ഒരു റേഞ്ചാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ക്രാഷിലോട്ട് വരുമോ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോൾഡിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഏകദേശം അപ് ട്രെൻഡ് തന്നെയാണ് ഗോൾഡിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. ഗോൾഡിൻ്റെ പ്രൈസ് പെട്ടെന്ന് ഒരു ഡൗൺ എന്ന രീതിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ BTCയുടെ പ്രൈസും പെട്ടെന്ന് ഡൗണിലോട്ട് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് ആൾട്ട് കോയിൻസിലോട്ട് പോകാം. ആൾട്ട് കോയിൻസ് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. നമ്മുടെ എതീരിയം ഏകദേശം 3400 USD പെട്ടെന്ന് ഡൗൺ എന്ന രീതി വന്നിട്ട് വീണ്ടും ഒരു 3626 USD റേഞ്ചിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സൊളാന ഏകദേശം ടോപ്പ് 206 പോയിട്ട് വീണ്ടും ഒരു 157 വന്നിട്ട് 163 റേഞ്ചാണ് നിൽക്കുന്നത്. ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എതീരിയത്തിൽ വേണമെങ്കിൽ ഒരു 50 USD വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സൊളാന വേണമെങ്കിൽ പകുതി വേണമെങ്കിൽ ബൈ ചെയ്ത് വെക്കാം. പക്ഷേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BTCയുടെ പ്രൈസ് ക്രാഷ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 100 to 150% വരെ ഡൗൺ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. റിസ്ക് അത്രയുമുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ ലൈറ്റ് കോയിൻ ഇന്നലെ ഏറ്റവും ഹൈ എന്ന രീതി 128 USD പോയി. ഏകദേശം ഞാൻ ഒരു 65-70 USD ഇടയിൽ ഞാൻ പറഞ്ഞതാണ്. താല്പര്യമുള്ളവർക്ക് ലോങ് ടൈം എന്ന രീതി ബൈ ചെയ്യാം, ഹോൾഡ് ചെയ്യാവുന്ന. അതുപോലെ തന്നെ നമ്മുടെ XRP ഏകദേശം $2.75 വന്ന സമയം പലരും കേട്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ക്രാഷ് ആവുകയാണെങ്കിൽ 200 to 250% വരെ ഡൗണിൽ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ലോങ് ടൈം എന്ന രീതി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാർഡിനായി 0.72 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രോജക്റ്റിന് നിങ്ങൾ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് 200 to 250% വരെയാണ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് റിവാർഡ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, 200 to 250%. പക്ഷേ നിങ്ങൾ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പലർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു 2 മാസം മുമ്പുള്ള വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ഞാൻ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം നിങ്ങൾക്ക് റിസ്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു 150-200% ആയിരിക്കും. റിവാർഡ് എന്ന് പറയുന്നത് 150 to 250% ഇടയിൽ ആവറേജ് ആയിരിക്കും ഓരോ കോയിനിൽ നിന്നും കിട്ടുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് കേട്ട് കഴിഞ്ഞാൽ അതിനുള്ള റീസൺ ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് വെയിറ്റ് ചെയ്യുക. ഇനി ഡോജിയൊക്കെ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. 1 USD സെൽ ടാർഗറ്റ് ഉണ്ട്. ഏകദേശം 0.28 പോയിട്ട് ഇപ്പോൾ 0.20 അടുപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. ലോങ് ടൈം എന്ന രീതിയിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായി വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഷിബയും ഇപ്പം ഡൗൺ എന്ന രീതിയിലോട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ആവറേജ് ബൈ ചെയ്യാവുന്നതാണ്. അൽഗോ 0.23 ആണ്. റിസ്ക് എടുത്ത് വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. GT ടോക്കൺ 16 USD ആണ്. റിസ്ക് എടുത്ത് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. GT ടോക്കണൊക്കെ 2.5 USD 3 USD പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. കുറച്ച് പേർ ബൈ ചെയ്തിട്ടുണ്ട്, ഭൂരിഭാഗം പേരും ബൈ ചെയ്തിട്ടില്ല. ഓക്കെ, ബൈ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ നല്ല രീതിയിൽ ലാഭമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ റിട്ടേൺ കിട്ടിയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട്. അടുത്ത് EOS ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബൈ ചെയ്യാമോ? 0.50 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. കാരണം 0.50 ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഒരു USD പോയി വീണ്ടും ഡൗണിൽ വന്ന് നിൽക്കുകയാണ്. ഈ ഒരു സൈക്കിളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 0.50 ബൈ ചെയ്യാം. റിസ്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഉണ്ട്. എന്നാൽ നമ്മുടെ ട്രോൺ എന്ന് പറയുന്ന പ്രോജക്റ്റ്, ട്രോൺ ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 USD പോകും. പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന്. ഏകദേശം ട്രോണിൻ്റെ ചാർട്ട് തന്നെ കാണിച്ചു തരാം. ട്രോണൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ടൈം എന്ന് പറയുന്നത് വളരെ വളരെ മുമ്പാണ് ഞാൻ നിങ്ങളടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ടൈം. പക്ഷേ നമുക്ക് ഏറ്റവും സ്ലോ ആയിട്ട് റിട്ടേൺ കിട്ടിയ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ട്രോൺ 0.45 വരെ പോയിട്ടുണ്ട്. 0.05 ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം ലോങ് ടൈം എന്ന രീതിയിലെന്ന്. അടുത്ത് ബാറ്റ് 0.14 ആണ് നിൽക്കുന്നത്. അതിന് മുമ്പത്തെ പ്രൈസ് ഏകദേശം 0.12 വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ലോങ് ടൈം എന്ന രീതി വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന്. നമ്മുടെ ബാറ്റൊക്കെ ഏകദേശം 0.37 പോയിട്ടുണ്ടായിരുന്നു. അല്ലാതെ തന്നെ 0.16 ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. നമ്മുടെ ബാറ്റ് എന്ന് പറയുന്ന പ്രോജക്റ്റും സിലിക്ക എന്ന് പറയുന്ന പ്രോജക്റ്റും അയോട്ട വീണ്ടും അതേ സെയിം പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഏകദേശം 0.18 ആണ്. 0.1518 അതുപോലെ തന്നെ 0.20 നിങ്ങൾക്ക് ആവറേജ് ബൈ ലോങ് ടൈം എന്ന രീതിയിൽ പ്ലാൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ബൈ ചെയ്ത് വെക്കാം.
അടുത്ത യുനിസാപ്പിൻ്റെ യുനി ടോക്കൺ $5 റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. അതിനുശേഷം 10-11 USD പോയിട്ടുണ്ട്. വീണ്ടും 9 USD ആണ് നിൽക്കുന്നത്. നമ്മുടെ എതീരിയത്തിൻ്റെ പ്രൈസ് വീണ്ടും പുതിയ ഹൈലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും യുനി ടോക്കൺ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ നമ്മുടെ എതീരിയത്തിൻ്റെ പ്രൈസ് 10,000 USD പോകും എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതേ പെർഫോമൻസ് യുനിസാപ്പിൻ്റെ യുനി ടോക്കൺ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും യുനിസാപ്പിൻ്റെ യുനി ടോക്കണും 100 USD ടച്ച് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് HTX ഞാൻ പറഞ്ഞതാണ്. ഏകദേശം ഹൈ എന്ന ട്രെൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. HTX ഒക്കെ ലോങ് ടൈമിന് വേണ്ടി മാത്രം ഹോൾഡ് ചെയ്യുക. നമുക്ക് റിട്ടേൺ കിട്ടാതെ പോയ ഒരേ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് MXC ടോക്കൺ ആണ്. MXC ടോക്കൺ നേരെ റിവേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 0.80 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം $5 വരെ പോയിട്ടുണ്ടായിരുന്നു. $5 പോയതിന് ശേഷം വീണ്ടും 2.23 റേഞ്ചിലോട്ട് ഡൗൺ എന്ന ട്രെൻഡിലാണ് നമ്മുടെ MXC ടോക്കൺ വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത് സുയി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും സെല്ല് ചെയ്യരുത്. ഓക്കെ, സുയി നിങ്ങൾക്ക് 100 USD എന്നാകുന്നു അല്ലെങ്കിൽ 50 USD എന്നാകുന്നു അന്ന് മാത്രം സെല്ല് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. 50 USD ആകുമ്പോൾ മാത്രം സെല്ല് സ്റ്റാർട്ട് ചെയ്യുക, അല്ലാതെ ഒരിക്കലും സെല്ല് സ്റ്റാർട്ട് ചെയ്യരുത്. ഓക്കെ, അതായത് സുയിയുടെ പ്രൈസൊക്കെ ഏകദേശം 2.20 അടുപ്പിച്ചൊക്കെ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. അതിനുശേഷം $4 വരെ പോയിട്ടുണ്ട്. പലർക്കും 100% പ്രോഫിറ്റ് തന്നെയാണ്. ചിലരൊക്കെ പ്രോഫിറ്റ് മൊത്തം ബുക്ക് ചെയ്തിട്ടുണ്ട്. വീണ്ടും സെല്ല് ചെയ്യാതെ കീപ്പ് ചെയ്യുന്നവരുണ്ട് ലോങ് ടൈം എന്ന രീതിയിൽ. ഓക്കെ, ഇനി അടുത്ത് വെർജ് എന്ന് പറയുന്ന ഏകദേശം 0.0040 അടുപ്പിച്ച് ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. 100% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ലോങ് ടൈം എന്ന രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. അടുത്ത് ലിങ്ക് എന്ന് പറയുന്നത് ഏകദേശം $10 ആണ്. $10 നിന്ന് $20 പോയിട്ടുണ്ട്. 100% ഹൈ ആയിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ലോങ് ടൈം എന്ന ഹോൾഡ് ചെയ്യുക. അടുത്ത് ടോൺ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. $100 ഒക്കെ ആയിട്ട് സെല്ല് ചെയ്താൽ മതി ടോണ്. അല്ലാതെ സെല്ല് ചെയ്യുന്ന നഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ നഷ്ടമാണ്. 2.60 നിങ്ങൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 100% 200% ഒക്കെ റിട്ടേൺ കിട്ടും. പക്ഷേ അതിലൊന്നും നിങ്ങൾ സെല്ല് ചെയ്യരുത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ $100 ഒക്കെ ആയതിനു ശേഷം മാത്രം ടോൺ സെല്ല് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ $50 ഒക്കെ റേഞ്ച് വരുന്ന ശേഷം മാത്രം സെല്ല് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് നല്ല രീതിയിൽ കിട്ടാൻ അതിനുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. പലരും 100% ഒക്കെ പ്രോഫിറ്റ് വരുമ്പോൾ സെല്ല് ചെയ്യും. അങ്ങനെ സെല്ല് ചെയ്യരുത്. ഓക്കെ, ടോൺ എന്ന് പറയുന്ന പ്രോജക്റ്റൊക്കെ സുയി എന്ന് പറയുന്ന പ്രോജക്റ്റൊക്കെ നിങ്ങൾ ലോങ് ടൈമിന് വേണ്ടി മാത്രം ഹോൾഡ് ചെയ്യുക. ഇനി അല്ലാതെ നമ്മൾ ഒരു 68 പ്രോജക്റ്റ് പറഞ്ഞിട്ടുണ്ട്. 68 പ്രോജക്റ്റ് വലിയ രീതിയിൽ മാറ്റം വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ ആവറേജ് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ലോങ് ടൈമിന് വേണ്ടി മാത്രം ഫോളോ ചെയ്യുക. ഇതിൽ അപ്റ്റോസ് എന്ന് പറയുന്ന പ്രോജക്റ്റ് $4 ആണ്. നിങ്ങൾ 2 എണ്ണമെങ്കിലും ബൈ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിയർ പ്രോട്ടോകോൾ. നമ്മുടെ ക്രോൺസ് എന്ന് പറയുന്ന പ്രോജക്റ്റ് 0.09 പറഞ്ഞാണ്. ഇപ്പോൾ 0.13 ആണ്. എല്ലാ പ്രോജക്റ്റും നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. 100% വരെ വേണമെങ്കിൽ എല്ലാ പ്രോഫിറ്റ് ആവറേജ് ഞാൻ പറഞ്ഞ പ്രൈസിൽ നിന്നും നിങ്ങൾക്ക് ഹൈയും വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് സെല്ല് ചെയ്യാം. ഇനി ലോങ് ടൈം എന്ന രീതി ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ലോങ് ടൈം ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഞാൻ നിങ്ങളുടെ 2016-17 എതീരിയം എത്ര പ്രൈസിനാണ് ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, അതുപോലെ തന്നെ നമ്മുടെ ഡോജി എത്രയാണ് ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, XRP എത്രയാണ് ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, ഏകദേശം 2025 അതിൻ്റെ ഓരോന്നിൻ്റെ പ്രൈസ് നോക്കുക. നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്താ പറയുക, ലോങ് ടൈം എന്ന രീതി മാത്രം ഒരു മൈൻഡ് സെറ്റ് ക്രിപ്റ്റോയിൽ വെക്കുക. എങ്കിൽ നല്ല രീതി ഈസി ആയിട്ട് റിട്ടേൺ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ലിങ്ക് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഏകദേശം 10-11 USD നിങ്ങൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് ടൈം എന്ന രീതി മാത്രം ഹോൾഡ് ചെയ്യുക. GT ടോക്കണൊക്കെ ഏകദേശം $2.5 ഞാൻ നിങ്ങളുടെ അടുത്ത് ബൈ പറഞ്ഞത്. $2.3 ഓക്കെ, $2.3 എന്ന് പറയുന്നത് അധികം വലിയ വർഷത്തിന് മുമ്പൊന്നുമല്ല. ഏകദേശം എനിക്ക് തോന്നുന്നു 2022 ആ ഒരു ടൈമൊക്കെയാണ്. 2022 ടൈം നോക്കുക. $2.5 പറഞ്ഞത്. അതിന് മുമ്പ് അതിനേക്കാളും പ്രൈസ് ഡൗൺ ഉണ്ടായിരുന്നു. പക്ഷേ $2.5 പറഞ്ഞതിൻ്റെ പ്രൈസ് കണ്ടോ, ഏകദേശം ടോപ്പ് പോയത് $25 ആണ്. ഓക്കെ, ഒരു 10 എണ്ണം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് $250 ആണ്. ഓക്കെ, പക്ഷേ ഇത് ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് പറഞ്ഞത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഫണ്ട് എപ്പോഴും നിങ്ങൾ ആവറേജ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. കൂടുതൽ ഫണ്ട് എത്രയുണ്ടോ അത് സ്പ്ലിറ്റ് ചെയ്ത് ആവറേജ് ചെയ്ത് മാത്രം ചെയ്യുക. ഈസി ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. ലോങ് ടൈം എന്ന രീതി മാത്രം ഹോൾഡ് ചെയ്യുക. ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യമാണ്. ഇനി ട്രേഡേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ എതീരിയത്തിൻ്റെ അകത്തും BNBക്കകത്തും നല്ല രീതിയിൽ വോളിയുണ്ട്. അതുമാത്രമല്ല BTCക്കകത്തും 4 hours ചാർട്ട് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വോളിയം ഉണ്ട്. അതുകൊണ്ട് സ്കാൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഓക്കെ, അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി പലരും കേട്ടൊരു സംശയമാണ്, BTC ഷോർട്ട് ചെയ്യാമോ? ഓക്കെ, ബിറ്റ്കോയിൻ ഷോർട്ട് സ്റ്റാർട്ട് ചെയ്യാമോ?
ബിറ്റ് കോയിൻ ഷോർട്ട് ചെയ്യാമോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഏകദേശം 1,20,000 USD വന്ന ടൈമും 1,15,000 USD വന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യാമോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഷോർട്ട് ചെയ്യാം. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് കേട്ട് കഴിഞ്ഞാൽ പക്ഷേ നിങ്ങൾക്ക് ലിവറേജ് ഒന്ന് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്ത് വേണമെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ വേണമെങ്കിൽ ഇടാവുന്നതാണ്. കാരണം 1,20,000 USD നിന്ന് നിങ്ങൾക്ക് ഒരു 1,000 USDക്ക് നിങ്ങൾ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും എങ്ങനെയായിരുന്നാലും ഡൗൺ ആയി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ലാഭമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിട്ടേൺ കിട്ടും. ലിവറേജ് ഒന്ന് വെച്ച് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഈസി ആയിട്ട് വേണമെങ്കിൽ നേടാം ഷോർട്ട്. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോങ് ആവട്ടെ ഷോർട്ട് ആവട്ടെ നിങ്ങൾക്ക് 4 മണിക്കൂർ ക്യാൻഡിൽ സ്റ്റിക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല രീതിയിൽ വോളിയം ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ ക്രിപ്റ്റോയ്ക്കകത്ത് ബിറ്റ് കോയിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് നല്ല രീതിയിൽ തന്നെ വേണമെങ്കിൽ ഷോർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അത് നമ്മുടെ ബിറ്റ് കോയിൻ്റെ അകത്തും അതുപോലെ തന്നെ എതീരിയത്തിൻ്റെ അകത്തും ഉണ്ട്. കണ്ടോ, നിങ്ങൾക്ക് 4 മണിക്കൂർ ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ വോളിയം വേരിയേഷൻ ഉണ്ട്. അവിടെ സ്കാൽപ്പ് വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. എതീരിയത്തിൻ്റെ അകത്ത് നല്ല രീതിയിൽ കണ്ടോ 4 മണിക്കൂർ ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടോ, നല്ല രീതിയിൽ വേരിയേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കാൽപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ട്രേഡേഴ്സിൻ്റെ കാര്യത്തിൽ ഉണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് സ്പെഷ്യലായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഷോർട്ട് ചെയ്യാമോ വേണ്ടയോ, അതിനെക്കുറിച്ച് ഏതൊക്കെ പ്രോജക്റ്റ് ടാർഗറ്റ് ചെയ്യണം അതിനെക്കുറിച്ച് ചെയ്യുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക.